ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഫ്ലോസിൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി കാറ്ററിങ്ങിന് പോവാണ്. അപ്പോൾ എന്തായാലും കാറ്ററിങ്ങിന് പോയൊക്കെ നമുക്ക് 9:00 എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയി വന്നതിന് ശേഷമാണ് ഈ ഇൻട്രോ എടുക്കണത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ വേണ്ടി വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ചായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും കണ്ടോക്കിട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി വല്ല ഓട്ടോയും കിട്ടുമോ നോക്കണം. അപ്പോൾ ഞായറാഴ്ച കൊണ്ട് വല്ല തിരക്കൊന്നുമില്ല, ഓട്ടോ ഒന്നും കാണാനൊന്നുമില്ല. എന്തായാലും കിട്ടുമോ നോക്കി നോക്കണം. കിട്ടിയില്ലെങ്കിൽ എന്തായാലും നടക്കണം. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ ടൗണിലേക്ക്. എന്തായാലും നടക്കാൻ തന്നെയാണ് പ്ലാൻ ഉണ്ടാകുന്നത്. എന്തായാലും നടക്കന്നെ ചെയ്യുന്നത്. കാരണം ടൈമില്ല, 9:00 അവിടെ എത്തണം. അപ്പോൾ ടൈമില്ല. എന്തായാലും ഇനി ടൗണിലെത്തിയിട്ട് കാണാം. അങ്ങനെ വരുന്ന വഴിക്കാണ്, ഇതാണ് ഞങ്ങളുടെ ടർഫ്. അപ്പോൾ അങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ നടക്കണ വഴിക്കാണ് അത് കണ്ടത്. അപ്പോൾ അങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്തായാലും ടൗണിലെത്തിയിട്ട് കാണാം. ടൗണിൽ അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളിവിടുത്തെ ചന്ത. ഇത് ഇവിടുത്തെ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇതാണ് ആടിയന്ത, പശുചന്ത. പശുവൊക്കെ ഉണ്ട്. വ്യാഴാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെയാണ് ഇവിടെ ചന്ത ഇറക്കാറ്. അപ്പോൾ അത് കാണിക്കാൻ വെച്ചു. അപ്പോൾ എന്തായാലും ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ ടൗണിലെത്തി. ഇനി ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം. ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 1 മീറ്റർ കൂടിയേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പം ഇനി എന്തായാലും ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് 9:00 അവിടെ എത്തേണ്ടതാണ്. അറിയില്ല, എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. സത്യം സമയം 8:30 ഉള്ളൂ. വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. കുറേ നേരമായി ബസ്സൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും ബസ് വെയിറ്റ് ചെയ്തിട്ടാണ്. ബസ് വരും നോക്കാം. അപ്പോൾ എന്തായാലും ബസ് വന്നിട്ടാണ്. കട്ട പോസ്റ്റ് ബസ് വന്നിട്ടില്ല. അപ്പോൾ പറയാം എന്തായാലും വരാമെന്ന് അറിയുന്നത്. 8:45 ഇനി അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും കട്ട പോസ്റ്റ് വന്ന് അത്രയും പോസ്റ്റ് ഞാൻ 8:15 എത്തിക്കുന്നു. ഇനി 9:15 ഇത്ര ബസ്. 1 മണിക്കൂർ പോസ്റ്റ്. എന്നിട്ട് അവിടെ 9:00 എത്തണം. വല്ലപ്പോഴാണ് എന്തായാലും ബസ് വന്നു. പക്ഷേ അവിടെ ഒക്കെ ഉണ്ട്. സൂം ചെയ്ത് കാണിച്ചു തരാം. കാണുന്ന ബസ്സാണ്. ഇനി ഇങ്ങോട്ട് വരണം. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ വരട്ടെ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വരട്ടെ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ബസ് വന്നു. ഇതാണ് ബസ്. അപ്പോൾ അതിന് വരട്ടെ, വന്നിട്ട് വേണം കയറാൻ. അപ്പോൾ ഇത് വല്ലപ്പുഴ ബസ്സാണ്. ഞാൻ വല്ലപ്പുഴയ്ക്കാണ് പോണത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് കയറാം. അപ്പോൾ ഇപ്പോൾ സമയം 9:15 ആയി. 9:00 അവിടെ എത്തേണ്ടതാണ്. അപ്പോൾ എന്തായാലും ലേറ്റ് ആയിക്കണു. ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും 9:45 ആവും. അപ്പോൾ 1/4 മണിക്കൂർ ലേറ്റാണ് ഞാൻ. അപ്പം ഇനി എന്തായാലും പോണ വഴിക്ക് ഇങ്ങനെ കാണിച്ചു തരാം. അങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ കൈലാട് എത്താനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ സമയം നല്ല ലേറ്റാണ്. നല്ല ലേറ്റ് പറഞ്ഞാൽ നല്ല ലേറ്റാണ്. ഇനി വല്ലപ്പുഴ എത്തിയിട്ട് അവിടുന്ന് കുറച്ച് നടക്കാണ്ട്. അപ്പോൾ ഇതാണ്ട് ഇത് കൈലാട് പാടാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. പക്ഷേ നല്ല ലേറ്റ് ആയിക്കണു. അത് തന്നെ 9:30 ആയി. അപ്പോൾ ഇനി എന്തായാലും ബാക്കി കാണാം. ഞാൻ ഓഡിറ്റോറിയം തൊട്ടൊക്കെയാണ്. നടന്ന് കിതച്ചു. നടന്നിട്ടായിരുന്നു. എന്തായാലും അങ്ങനെ എത്താനായി. ഈ റോഡ് ഇങ്ങനെ പോകണത്ര. എന്തായാലും അവിടെ എത്തിയിട്ടാണ്. നടന്ന് കിതച്ചു. എന്തായാലും ഈ റോഡ് കയറിയാൽ എത്തുന്ന അറിയണേ. എന്തായാലും പോയി നോക്കി നോക്കാം. നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബോർഡ് ഉണ്ടോ? ഉണ്ട് ബോർഡ്. എന്തായാലും പോയൊക്കെ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗാലക്സി ഓഡിറ്റോറിയം എന്ന പേര്. ബോർഡ് ബോർഡ് വന്നു. എന്തായാലും അവിടെ എത്തിയിട്ടാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി ഇങ്ങനെ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു. ഓരോരുത്തരെ ഓരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. ഇനിയിപ്പോൾ ആൾക്കാർ വരുമ്പോഴത്തേക്കും അങ്ങനെ സെക്ഷനായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്ലേറ്റും ഗ്ലാസും കാര്യങ്ങളൊക്കെ ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കൊടുക്കണം. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം.
അങ്ങനെ ഒരുവിധം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു കൊടുക്കുകയാണ്. ഞാൻ വെള്ളം എടുത്ത് കൊടുക്കാനാണ്. അപ്പോൾ എന്തായാലും കാണാം. അപ്പോൾ ഈ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഒന്ന് വൃത്തിയാക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വൈകി കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഈ ഫുഡൊക്കെ കഴിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പൈസക്ക് ഇരിക്കുകയാണ്. അപ്പോൾ മുതലാളി വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ പൈസക്ക് വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ വർക്ക് ഓഡിറ്റോറിയം, ഗാലക്സി ഓഡിറ്റോറിയം. അപ്പോൾ പൈസ കിട്ടി, 500 ഉറുപ്പിക കിട്ടി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് വേണം. അതിൻ്റെ ഇടയ്ക്ക് എല്ലാ വിഷ്വൽസും ഉണ്ടെങ്കിൽ അതും കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. എന്തായാലും വീട്ടിലെത്താം. വീട്ടിലെത്തി, പണികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പോൾ സമയം 5 മണിയായി. അപ്പോൾ അതുണ്ട് വേണ്ട. അപ്പോൾ എന്തായാലും വീട്ടിലെത്തി. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ വേണ്ടി വിളിച്ചത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലോട്ട് കാണാം.